നമസ്കാരം. ഇടുക്കി വണ്ടിപ്പെരിയാൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവിനെ പാൽരാജ് എന്നൊരാള് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും വെറുതെ വിട്ട പ്രതിയായ അർജുന്റെ ബന്ധുവാണെന്ന ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ പാൽരാജിനെതിരെ വധശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ്. കൊലപാതകം നടത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി സ്ഥലത്തെത്തിയതെന്നാണ് എഫ്ഐആറിലുള്ളത്. ആയുധവുമായി എത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയെന്നും പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിക്ക് പെൺകുട്ടിയുടെ അച്ഛനെ കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നെന്നും ഇതിനായി പാൽരാജ് കയ്യിൽ ആയുധം കരുതിയെന്നുമാണ് എഫ്ഐആറിലുള്ളത്. ആക്രമിക്കുന്നതിനായി മനഃപൂർവ്വം പെൺകുട്ടിയുടെ പിതാവിനെ പാൽരാജ് പ്രകോപിപ്പിക്കുകയായിരുന്നു. പ്രകോപനമുണ്ടാക്കിയ ശേഷം പെൺകുട്ടിയുടെ അച്ഛന്റെ നെഞ്ചിന് താഴെയും ഇരുകാലുകളുടെ തുടകളിലുമാണ് മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തിയതെന്നാണ് എഫ്ഐആറിലുള്ളത്. അതേസമയം പിടിയിലായ പാൽരാജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും. വണ്ടിപ്പെരിയാൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന അർജുന്റെ ബന്ധുവാണ് പാൽരാജ്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് സംഭവം. പരുമല ജംഗ്ഷനിലൂടെ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ബൈക്കിൽ പോകുമ്പോൾ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധു പാൽരാജ് ചില അശ്ലീലാംഗ്യങ്ങൾ കാട്ടുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് വാക്കുതർക്കവും കയ്യാങ്കളിയിലുമായി എത്തി. ഇതിനൊടുവിൽ പാൽരാജ് കുട്ടിയുടെ അച്ഛനെ കുത്തുകയായിരുന്നു. കുത്തേറ്റ ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. ഇരുകാലുകളുടെയും തുടയ്ക്കാണ് പരിക്കേറ്റത്. നെഞ്ചത്തും ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന മുത്തച്ഛനും സംഘർഷത്തിൽ നേരിയ പരിക്കുണ്ട്. കുട്ടിയുടെ അച്ഛൻ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം പീരുമേടിൽ നിന്നാണ് പാൽരാജിനെ പോലീസ് പിടികൂടിയത്.